30 സെനറ്റ് അംഗങ്ങളാണ് ആകെയുള്ളത്. അതിൽ 19 പേരും BJP അനുകൂലിക്കുന്നവർ, BJP നേതാക്കൾ. BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം വരെയുണ്ട് സെനറ്റിലേക്ക്. ഞങ്ങളൊന്നും അറിയില്ലേ, ഗവർണറാണ് നോമിനേറ്റ് ചെയ്തത് എന്നാണ് സർക്കാർ കേന്ദ്രങ്ങൾ പറയുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിന് കേരളത്തിൽ ഒരു മന്ത്രിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് റോജി എം ജോൺ, കോൺഗ്രസ് നേതാവാണ്. പക്ഷേ ഒരക്ഷരം പറയുന്നില്ല. അദ്ദേഹം ഒരു പ്രതിഷേധ വാക്ക് പോലും എവിടെ നിന്നും ഉയർന്നു വരുന്നില്ല. പക്ഷേ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് മാറി നിൽക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പിൽ അവരെ പരാജയപ്പെടുത്തി മൂലക്കിരുത്തി കേരളത്തിലെ ജനങ്ങൾ. അപ്പോഴും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ, സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം നിലനിർത്താൻ, സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ദൃശ്യങ്ങൾ കാണാം പ്രേക്ഷകർക്ക്. വിദ്യാർത്ഥികൾ സമരത്തിലാണ്. SFI ആണ് നേതൃത്വം കൊടുക്കുന്നത്. MG സർവകലാശാലയിലേക്ക് SFI നടത്തിയ മാർച്ച്. ആ മാർച്ചിൽ ചെറിയ തോതിൽ സംഘർഷമുണ്ടായി. ജലപീരങ്കി ഉപയോഗിച്ചു. സംഘർഷം സ്വാഭാവികമാണ്. അത്രയും ഹീനമായ പ്രവൃത്തിയാണ് ഗവർണർ ചെയ്തിരിക്കുന്നത്. ഗവർണർ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു പ്രതിഷേധവും ഉയരുന്നില്ല സർക്കാരിന്റെ ഭാഗത്തു നിന്ന്. KSU ഒരക്ഷരം മിണ്ടുന്നില്ല. യൂത്ത് കോൺഗ്രസ് ഒരക്ഷരം മിണ്ടുന്നില്ല. KPCC നേതൃത്വം, കോൺഗ്രസ് നേതാക്കൾ ഒരക്ഷരം പറയുന്നില്ല. മുസ്ലിം ലീഗ്, UDFിലെ മറ്റ് ഘടകകക്ഷികൾ എല്ലാവരും മന്ത്രിസ്ഥാനം കിട്ടിയതിൻ്റെ ഉന്മാദത്തിലാണ്. സർവകലാശാലകളെ പൂർണ്ണമായും BJPക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. നിങ്ങൾ നോക്കിക്കോ, ഞങ്ങൾ അങ്ങോട്ടേക്കേ ഇല്ല എന്ന രീതിയിൽ. അതുകൊണ്ടാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറയുന്നത്, റോജി എം ജോണ് പരാതിപ്പെട്ടിരിക്കുന്നു KPCCക്ക്, എനിക്കിവിടെ ഒരു പണിയുമില്ല. സർവകലാശാലകൾ പൂർണ്ണമായും മുഖ്യമന്ത്രി ഇടപെട്ടിട്ടാണോ, കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടിട്ടാണോ, അതല്ല UDF തന്നെ അറിഞ്ഞുകൊണ്ടാണോ BJPക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു? BJP അവരുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ, സർവകലാശാലകൾ പിടിച്ചെടുത്തിരിക്കുന്നു. MG സർവകലാശാല പൂർണ്ണമായും കൈവെള്ളയിൽ ഒതുക്കിയിരിക്കുന്നു BJP. കഴിഞ്ഞ 10 വർഷം ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം. അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം ശക്തമായത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ തെരുവുകൾ നാളെ സമരം കൊണ്ട് നിറയുമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. ഒരർദ്ധരാത്രി പെയ്തു തീരുന്നതിന് മുമ്പേ ഈ സർവകലാശാലയുടെ വൈസ് ചാൻസലറിന്റെ പദവിയിലേക്ക് ഒരു സംഘപരിവാർ ചായ്വുകാരനെ എടുത്തു വെക്കുമ്പോൾ ഈ രാജ്യത്തിനകത്തെ, നാട്ടിനകത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ പരിശോധിച്ചു. നിശബ്ദതയായിരുന്നു. എന്നിട്ട് എവിടെ നിന്നോ എഴുന്നേറ്റ് വന്ന മഴയിൽ നനഞ്ഞൊരു കോഴിയപ്പം അദ്ദേഹം പറഞ്ഞു, ഗവർണറുമായി ഗുസ്തി പിടിക്കാൻ തൽക്കാലം ഞങ്ങൾക്ക് ഉദ്ദേശമില്ല എന്ന്. അതെ, നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ കരുത്തിൽ RSSനോട് ആക്രമണോത്സുകമായ രാഷ്ട്രീയം പറയാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ കരുത്തിൽ നിങ്ങൾക്ക് ഒരു കാലഘട്ടത്തിലും RSSനോട് എതിരു നിൽക്കാൻ കഴിയുകയില്ല. RSS കുനിഞ്ഞു നിൽക്കാൻ പറഞ്ഞാൽ മുട്ടയിലെഴുയുന്ന രാഷ്ട്രീയ ചരിത്രമാണ് നിങ്ങളുടേതെങ്കിൽ RSSനോട് മുഖത്തു നോക്കി പ്രതിരോധിച്ച രാഷ്ട്രീയ ചരിത്രമാണ് ഈ കേരളത്തിലെ SFIക്കുള്ളത്. നിങ്ങൾ പരിശോധിച്ചു നോക്കണം. ഈ നിമിഷം വരെ കേരളത്തിന്റെ സർക്കാരിന് അതിനെതിരെ ശബ്ദിക്കുവാൻ കഴിയുന്നില്ല. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് അതിന് ശബ്ദിക്കാൻ കഴിയുന്നില്ല. കാരണം അദ്ദേഹത്തിന് കഴിയില്ല. കാരണം ആ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ നയിക്കുന്ന, അദ്ദേഹത്തിന് ഗുരുസ്ഥാനീയനായിരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ചരിത്രത്തിൽ പരിശോധിച്ചു നോക്കാൻ അറിയാം. ഈ നാടിനെ ഒറ്റുകൊടുത്ത സവർക്കറിന്റെയും ഗോൾവാക്കറിന്റെയും ചിത്രത്തിന് മുമ്പിൽ മെഴുകുതിരി തിരികത്തിച്ച് മുട്ടുകുമ്പിട്ട് നിൽക്കുന്ന ചരിത്രമാണ് ഈ കേരളം ഭരിക്കുന്ന VD സതീശനുള്ളത്. ഇപ്പോഴിതാ വെൽഫെയർ പാർട്ടിയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അതിൽ പക്ഷേ സർക്കാരിനെതിരെ ഒരക്ഷരം പറയുന്നില്ല. വെൽഫെയർ പാർട്ടി എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമാണ്. വെൽഫെയർ പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ പ്രസ്താവന ഹമീദ് വാണിയമ്പലം, അദ്ദേഹം പറയുന്നു, MG യൂണിവേഴ്സിറ്റിയിലെ സെനറ്റിൽ 19 പേരെ തിരികെ കയറ്റിയ ഗവർണറുടെ നിലപാട് ജനാധിപത്യ വിരുദ്ധവും പ്രതിഷേധാർഹവുമാണ്. 19 BJP പ്രവർത്തകരെയാണ് ഗവൺമെന്റിനോടോ യൂണിവേഴ്സിറ്റിയോടോ കൂടിയാലോചിക്കാതെ തന്നിഷ്ടപ്രകാരം നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. ഗവർണർ കേന്ദ്രത്തിന്റെ നോമിനിയാണ്. ജനാധിപത്യമുണ്ടെങ്കിൽ മാത്രമേ ഭരണഘടനാ പദവി അർത്ഥവത്താവൂ. ഇല്ലെങ്കിൽ ഗവർണർ പദവി ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും തകർക്കും. ഫാസിസകാല ഇന്ത്യയിൽ ഇപ്പോൾ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ സർക്കാരും കേരളീയ സമൂഹവും ഒന്നടങ്കം പ്രതിഷേധിക്കണം. ആരൊക്കെ പ്രതിഷേധിക്കണം? സർക്കാർ. ഈ സർക്കാരിന് അധികാരത്തിലേറ്റാൻ രാവും പകലുമില്ലാതെ പണിയെടുത്തവരാണ് ജമാഅത്തെ ഇസ്ലാമി. മുസ്ലിം വോട്ടുകൾ UDFിന് അനുകൂലമായി കേന്ദ്രീകരിക്കാൻ കള്ളപ്രചാരണം തന്നെ നടത്തി മുസ്ലിം സമൂഹത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് ഏറ്റെടുത്തുകൊണ്ട് വലിയ പ്രചാരണമായിരുന്നു.
എന്തൊക്കെ പ്രശ്നങ്ങളാണ് അന്ന് അവർ പറഞ്ഞത് അതെല്ലാം തെറ്റാണ് എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് വെൽഫെയർ പാർട്ടി പറയുന്നത് സർക്കാരെ ഒന്ന് പ്രതിഷേധിക്കണം എന്ന്. പക്ഷേ സർക്കാർ, മുഖ്യമന്ത്രി, മന്ത്രിമാർ ഇവരൊക്കെയാണല്ലോ സർക്കാർ, ഒരക്ഷരം പറയുന്നില്ല, മിണ്ടുന്നില്ല. നിലവിളിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി, നിലവിളിക്കുകയാണ് വെൽഫെയർ പാർട്ടി. എന്തിനേറെ പറയുന്നു, അതിനേക്കാളും വലിയ നിലവിളിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ന്യൂസ് ചാനലായ മീഡിയ വൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇവിടെ ശബ്ദമില്ലാത്ത ഒരു വിഭാഗമുണ്ട്, അത് മുസ്ലിം ലീഗാണ്. പക്ഷേ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വരിക തന്നെ ചെയ്യും. കാരണം കേരളത്തിൽ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഇപ്പോഴുമുണ്ട്. അവസാനത്തെ മനുഷ്യനും ഇല്ലാതാകുന്നതുവരെ അവൻ പോരാടിക്കൊണ്ടേയിരിക്കും. ഒരാളാണെങ്കിൽ ആ ഒരാൾ ഒരു പാർട്ടിയായി മാറും എന്ന് പറയാറില്ലേ, അത് തന്നെ കേരളത്തിൽ സംഭവിക്കും. വരും ദിവസങ്ങളിൽ നമുക്കത് കാണാം.